ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുരാജ്. നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 90ാമത് രഞ്ജി ട്രോഫി 2024-25 സീസൺ വിജയിച്ച ടീം ഏതാണ്? ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി വിദർഭ, ഓപ്ഷൻ ഡി കേരള. ഉത്തരമാണ് ഓപ്ഷൻ സി വിദർഭ. ഓക്കെ, നമുക്ക് കൂടുതൽ പോയിന്റുകളിലേക്ക് പോകാം. അപ്പോൾ വിദർഭ മൂന്നാമത്തെ പ്രാവശ്യമാണ് രഞ്ജി ട്രോഫി നേടുന്നത്. അപ്പോൾ 2024-25 സീസൺ വിജയിച്ചത് വിദർഭയാണ്. വിദർഭ മൂന്നാമത്തെ പ്രാവശ്യമാണ് രഞ്ജി ട്രോഫി നേടുന്നത്. ഇനി നമ്മുടെ 2024-25 സീസണിൽ വിദർഭയെ കിരീടത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റൻ്റെ പേരാണ് അക്ഷയ് വാദ്കർ. ഇനി അടുത്ത പോയിൻ്റാണ് റണ്ണറപ്പ്, അതായത് ഫൈനലിൽ പരാജയപ്പെട്ട ടീം കേരളം. ടീമാണ് കേരളം. അതിനൊരു ചരിത്ര പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം അതിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്താണ് ആ ചരിത്ര പ്രസക്തി? മറ്റൊന്നുമല്ല, ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിലെത്തി. ഇപ്പം എന്താണ് പ്രത്യേകത? ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിലെത്തി. ഇനി കേരള ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു സച്ചിൻ ബേബി. കേരള ടീമിൻ്റെ പരിശീലകനായിരുന്നു അമയ് ഖുറേസിയ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? 90ാമത് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് 2024-25 വിജയിച്ച ടീം വിദർഭ. ഇനി വിദർഭയുടെ ക്യാപ്റ്റൻ അക്ഷയ് വാദ്കർ. ഇനി ഫൈനൽ മത്സരം നടന്ന വേദിയാണ് നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ റണ്ണറപ്പ് കേരളം. ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനൽ മത്സരത്തിലെത്തി. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ഇതിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. അത്രയും ഇമ്പോർട്ടൻസ് കൂടി അത് പഠിക്കുക. അത്രയും ക്ലിയറായി അടുത്തതിലേക്ക് പോകാമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. അടുത്തതും സ്പോർട്സുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്, ഫുട്ബോളുമായി ബന്ധപ്പെട്ടതാണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024-25 സീസണിലെ വിജയിച്ച ടീം ഏത്? ഓക്കെ, ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024-25 സീസണിൽ വിജയിച്ച ടീം ഏതാണ്? ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി സർവീസസ്, ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ, ഓപ്ഷൻ ഡി ഗോവ. ഉത്തരമാണ് ഓപ്ഷൻ സി പശ്ചിമ ബംഗാൾ. നമുക്ക് പോയിന്റുകളിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വിജയിച്ച ടീമാണ് പശ്ചിമ ബംഗാൾ. 33ാമത്തെ പ്രാവശ്യമാണ് വെസ്റ്റ് ബംഗാൾ സന്തോഷ് ട്രോഫി നേടുന്നത്. ഇനി നമ്മുടെ വെസ്റ്റ് ബംഗാളിൻ്റെ ക്യാപ്റ്റനാണ് ചക്കു മണ്ഡി. ഓക്കെ, അപ്പോൾ വെസ്റ്റ് ബംഗാളിനെ ഈ വിജയത്തിലേക്ക് എത്തിച്ച ക്യാപ്റ്റനാണ് ചക്കു മണ്ഡി. ഇനി ഫൈനൽ മത്സരത്തിലെ സ്കോറാണ് 1-0. അങ്ങനെയെങ്കിൽ റണ്ണറപ്പാര്, അതായത് ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെട്ട ടീം കേരളം, റണ്ണറപ്പ് കേരളം. അപ്പോൾ ഇവിടെയും റണ്ണറപ്പ് കേരളമാണ്. ഓക്കെയാണ്. ഇനി കേരള ടീമിൻ്റെ ക്യാപ്റ്റനാണ് സഞ്ജു ഗണേഷ്. നമ്മുടെ കേരളം ഇതുവരെ 15 തവണ സന്തോഷ് ട്രോഫിയുടെ ഫൈനലിൽ എത്തി. കേരളം 7 തവണ സന്തോഷ് ട്രോഫി നേടി. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? അപ്പോൾ കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി ഫൈനൽ മത്സരത്തിലെത്തി? 15 തവണ. എത്ര തവണ കപ്പ് നേടി? 7 തവണ. ഇത്രയും പോയിന്റ്സ് ഓക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. ഉറപ്പായിട്ടും ഷുവർ ഷോട്ട്സ് ആണ്, കാരണം ഈ നമ്മുടെ കേരളം റണ്ണറപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. UN ലോക സന്തോഷ സൂചിക 2025 അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? അപ്പോൾ മത്സര പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് UN വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ്. അപ്പോൾ UN ലോക സന്തോഷ സൂചിക 2025 അനുസരിച്ച് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഓപ്ഷൻ എ 118, ഓപ്ഷൻ ബി 126, ഓപ്ഷൻ സി 125, ഓപ്ഷൻ ഡി 117. ഉത്തരമാണ് ഓപ്ഷൻ എ 118. അപ്പോൾ നമുക്ക് നോക്കാം. UN ലോക സന്തോഷ സൂചിക 2025 ഒന്നാം സ്ഥാനം ഫിൻലൻഡ്, തുടർച്ചയായി എട്ടാമത്തെ പ്രാവശ്യം ഫിൻലൻഡിനാണ് ഒന്നാം സ്ഥാനം കിട്ടുന്നത്. 2ാം റാങ്ക് ഡെൻമാർക്ക്, 3ാം റാങ്ക് ഐസ്ലൻഡ്. ഇന്ത്യയുടെ റാങ്ക് 118 നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി അവസാന റാങ്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അവസാന റാങ്ക് അഫ്ഗാനിസ്ഥാൻ
147ാമത്തെ റാങ്ക്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും 2025 ലോക സന്തോഷ സൂചികയിൽ എത്ര രാജ്യങ്ങളുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയത്? 147. ഒന്നാം സ്ഥാനം കിട്ടിയത് ആർക്ക്? ഫിൻലൻഡ്. രണ്ടാം സ്ഥാനം കിട്ടിയത് ആർക്ക്? ഡെൻമാർക്ക്. മൂന്നാം സ്ഥാനം കിട്ടിയത് ആർക്ക്? ഐസ്ലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം എത്ര? 118. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുൻ വർഷം കൂടി നോക്കുകയാണ് 2024. ഇനി 2024 ലോക സന്തോഷ സൂചികയിൽ ഒന്നാം റാങ്ക് കിട്ടിയ രാജ്യമേത്? പഠിക്കാൻ വളരെ എളുപ്പമാണ്. FDI. 2025 ആർക്കായിരുന്നോ 1, 2, 3 സ്ഥാനം അവർക്ക് തന്നെയാണ് 2024 1, 2, 3. F ഫിൻലൻഡ്, D ഡെൻമാർക്ക്, I ഐസ്ലൻഡ്. ഓക്കെ, അപ്പോൾ 1, 2, 3 സ്ഥാനങ്ങളിൽ മാറ്റമില്ല 2024 2025. അങ്ങനെയെങ്കിൽ 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 126. ഇപ്പോൾ 2024 ഇന്ത്യയുടെ റാങ്ക് 126 ആയിരുന്നു. ഇനി അവസാന റാങ്ക് അഫ്ഗാനിസ്ഥാനാണ്. 143 രാജ്യങ്ങളുടെ പട്ടിക. അപ്പോൾ അവസാന റാങ്ക് അഫ്ഗാനിസ്ഥാൻ, 143ാമത്തെ റാങ്ക്, അതായത് 143 രാജ്യങ്ങൾ ലിസ്റ്റാണ് തയ്യാറാക്കിയത്. അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ മത്സര പരീക്ഷകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇൻഡസ്ട്രികളൊന്നാണ് ലോക സന്തോഷ സൂചിക. അത്രയും പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. 2025 ബ്രിക്സിൽ അംഗമായ രാജ്യമേത്? നമ്മുടെ PSCക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സംഘടനയാണ് ബ്രിക്സ്. അപ്പോൾ 2025 ബ്രിക്സിൽ അംഗമായ രാജ്യമേത്? ഓപ്ഷൻ എ ഇന്തോനേഷ്യ, ഓപ്ഷൻ ബി സിംഗപ്പൂർ, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി സൗദി അറേബ്യ. ഉത്തരമാണ് ഓപ്ഷൻ എ ഇന്തോനേഷ്യ. ഉത്തരമാണ് ഓപ്ഷൻ എ ഇന്തോനേഷ്യ. അപ്പോൾ 2025 ബ്രിക്സിൽ അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇനി 2025 കാര്യം നമ്മൾ പഠിച്ചു. 2024 ആരൊക്കെയാണ് ബ്രിക്സിൽ അംഗങ്ങളായത്? ഓക്കെ, നോക്കാം. ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. അപ്പോൾ 2024 ബ്രിക്സിൽ അംഗമായ രാജ്യങ്ങളാണ് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. ക്ലിയർ ആണ്? അങ്ങനെയെങ്കിൽ നമ്മുടെ ബ്രിക്സിലെ മുൻ അംഗങ്ങൾ ആരൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പം മുമ്പെന്ന് വെച്ചാൽ ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ ചോദിച്ചാൽ എഴുതാൻ എളുപ്പമായിരുന്നു. കാരണം എന്താണ്? അംഗരാജ്യങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ബ്രിക്സ്. അപ്പോൾ നമുക്കത് ഓർത്ത് വെച്ച് എഴുതാം. അപ്പം ബ്രസീൽ B, റഷ്യ R, I ഇന്ത്യ, C ചൈന, S സൗത്ത് ആഫ്രിക്ക. ഇങ്ങനെ നമുക്ക് പഠിച്ചു പോകാമായിരുന്നു. ഇപ്പോൾ ബ്രിക്സ് എന്ന സംഘടനയിലേക്ക് കൂടുതൽ രാജ്യങ്ങൾ അംഗങ്ങളാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ അംഗങ്ങൾ വരുന്നതോടുകൂടി എക്സ്പാൻഡ് ചെയ്യപ്പെടും. ഇനി നമുക്കിനി ഇങ്ങനെ അക്ഷരം വെച്ച് പഠിക്കാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു ബുദ്ധിപൂർവ്വം അവർ നീങ്ങി. ഇനി മുതൽ ബ്രിക്സ് എന്ന സംഘടന അറിയപ്പെടുന്ന പേരാണ് ബ്രിക്സ് പ്ലസ്. ഇനി മുതൽ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടന അറിയപ്പെടുന്ന പേരാണ് ബ്രിക്സ് പ്ലസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത്ര രാജ്യങ്ങൾ പ്ലസ് ഇന്തോനേഷ്യ, ഇപ്പോൾ ഇത്ര രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗങ്ങളാണ്. അതായത് 10 രാജ്യങ്ങൾ. ഇപ്പോൾ 10 രാജ്യങ്ങൾ ബ്രിക്സിൽ അംഗങ്ങളാണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. 2025 അംഗമായത് ഇന്തോനേഷ്യയാണ്. 2024 ആണെങ്കിൽ ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE. ഇനി ആദ്യകാലം മുതലുള്ള അംഗങ്ങളാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഘടനകളിലൊന്നാണ് ബ്രിക്സ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത്രയും പ്രാധാന്യത്തോടെ പഠിക്കുക. ഓക്കെ, ഇനി ബ്രിക്സ് ഉച്ചകോടി. ഇതും സ്ഥിരം ചോദ്യമാണ്. ബ്രിക്സിൻ്റെ സമ്മിറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025. 17ാമത് ബ്രിക്സ് ഉച്ചകോടി 2025 നടന്ന രാജ്യമാണ് ബ്രസീൽ. നഗരം ചോദിച്ചു കഴിഞ്ഞാൽ ബ്രസീലിലെ റിയോ ഡി ജനീറോ. ചിലപ്പോഴൊക്കെ രാജ്യം ചോദിക്കാറുണ്ട്, ചിലപ്പോഴൊക്കെ നഗരങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ 17ാമത് ബ്രിക്സ് 2025 ബ്രസീൽ, റിയോ ഡി ജനീറോ. ഇനി 16ാമത് ബ്രിക്സ് 2024 റഷ്യ, കസാൻ. ഓക്കെ, റഷ്യയിലെ കസാൻ നഗരത്തിൽ വെച്ചിട്ടാണ് നടന്നത്. 15ാമത് 2023 ദക്ഷിണാഫ്രിക്ക, ജോഹന്നാസ്ബർഗ്. ഓക്കെ, അപ്പോൾ 17ാമത് 2025 ബ്രസീൽ, റിയോ ഡി ജനീറോ. 16ാമത് 2024 റഷ്യ, കസാൻ. 15ാമത് 2023 ദക്ഷിണാഫ്രിക്ക, ജോഹന്നാസ്ബർഗ്.
ഓക്കെയാണേ. അടുത്ത ക്വസ്റ്റിനിലേക്ക് നോക്കാം. സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ഓപ്ഷൻ ബി ജസ്റ്റിസ് UU ലളിത്, ഓപ്ഷൻ സി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ഓപ്ഷൻ ഡി ജസ്റ്റിസ് BR ഗവായ്. ആരാണ് നമ്മുടെ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ്? ഉത്തരമാണ് ഓപ്ഷൻ ഡി ജസ്റ്റിസ് BR ഗവായ്. ഉത്തരമാണ് ഓപ്ഷൻ ഡി ജസ്റ്റിസ് BR ഗവായ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ജസ്റ്റിസ് BR ഗവായ് ഫുൾ നെയിമാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഓക്കെ, ഫുൾ നെയിമാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ ഫുൾ നെയിം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. സഞ്ജീവ് ഖന്നയ്ക്ക് തൊട്ട് മുമ്പ് ഇരുന്ന ആളാണ് നമ്മുടെ DY ചന്ദ്രചൂഡ്. അതിൽ DY ചന്ദ്രചൂഡിൻ്റെ ഫുൾ നെയിം ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇങ്ങനെയായിരുന്നു: താഴെ പറയുന്നവരിൽ സുപ്രീം കോടതി ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് പറഞ്ഞിട്ട് ഈ DY ഇനിഷ്യലുകൾ ഒരേപോലെ എന്നിട്ട് ചന്ദ്രചൂഡിനകത്ത് അവസാനിക്കുക. ഉദാഹരണത്തിന് ദിലീപ് യാദവ് ചന്ദ്രചൂഡ്, ദിനേശ് യാദവ് ചന്ദ്രചൂഡ്, ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്, ദിലീപ് യശ്വന്ത് ചന്ദ്രചൂഡ്. അങ്ങനെ DY ചന്ദ്രചൂഡിൽ അവസാനിക്കുന്ന 4 ഓപ്ഷൻസ്. സാധാരണ ചീഫ് ജസ്റ്റിസിനൊക്കെ നിയമിക്കുമ്പോൾ നമ്മൾ ആ പേരങ്ങ് പഠിച്ചുകൊണ്ടു, DY ചന്ദ്രചൂഡ് എന്നങ്ങ് പഠിച്ചുകൊണ്ടു. പക്ഷേ അതിൻ്റെ എക്സ്പാൻഷൻ വരെ പരീക്ഷയ്ക്ക് ചോദിച്ചു, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യനാണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ട്. അതേ മാതൃകയിൽ ഇനി ഇതും വേണമെങ്കിലും ചോദിക്കാം. സ്വാഭാവികമായിട്ടും സാധാരണ ഒരു വിദ്യാർത്ഥി എന്ത് പഠിച്ചുകൊണ്ട് പോകും? സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് എന്ന് പഠിച്ചുകൊണ്ട് പോകും. അങ്ങനെ മാത്രം പഠിച്ചുകൊണ്ട് പോകരുത്. ചിലപ്പോൾ ഇനി അതേ മാതൃകയിൽ, ഞാൻ പറഞ്ഞ മാതൃകയിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചിട്ട് ഈ BRൽ അവസാനിക്കുന്ന 4 ഓപ്ഷൻസ് അപ്പോൾ കൃത്യമായി പഠിച്ചുകൊണ്ട് പോവുക. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഫുൾ നെയിമാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അപ്പോൾ ഫുൾ നെയിം കിട്ടിയല്ലോ, ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അദ്ദേഹം സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസാണ്. മഹാരാഷ്ട്ര സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ 2ാമത്തെ വ്യക്തിയാണ് BR ഗവായ്. ഇപ്പം എന്താണ് പ്രത്യേകത? പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ 2ാമത്തെ വ്യക്തിയാണ് BR ഗവായ്. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം: പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തിയാര്? KG ബാലകൃഷ്ണൻ. ഓക്കെ, ഒരു പ്രത്യേകത കൂടിയുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി. അപ്പോൾ KG ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് 2 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പഠിച്ചത്? പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വ്യക്തി KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതിയുടെ 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് വീണ്ടും പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയുടെ 52ാമത്തെ ചീഫ് ജസ്റ്റിസാണ്, പുതിയ ചീഫ് ജസ്റ്റിസാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. അങ്ങനെയെങ്കിൽ 51 ഉത്തരമാണ് സഞ്ജീവ് ഖന്ന. 51ാമത്തെ ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന. 51ാമത്തെ ചീഫ് ജസ്റ്റിസാണ് സഞ്ജീവ് ഖന്ന. നമ്മുടെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരുണ്ട്. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും, സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്ര ജഡ്ജിമാരുണ്ട്? 34. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മാസശമ്പളമാണ് 2,80,000 രൂപ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മാസശമ്പളമാണ് 2,80,000 രൂപ. ഇനി സുപ്രീം കോടതി ജഡ്ജിമാരുടെ മാസശമ്പളമാണ് 2.5 ലക്ഷം രൂപ. സുപ്രീം കോടതി ജഡ്ജിമാരുടെ മാസശമ്പളമാണ് 2.5 ലക്ഷം രൂപ. ഈ പോയിന്റുകൾ അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണ്? അടുത്ത പോയിന്റിലേക്ക് പോകാമേ. ഒരു പോയിന്റ് കൂടി ഉണ്ട്, അതുകൂടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മൾ ഒരു പോയിന്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ BR ഗവായിയുടെ അച്ഛൻ്റെ പേരാണ് RS ഗവായി. BR ഗവായിയുടെ അച്ഛൻ്റെ പേരാണ് RS ഗവായി. ഇദ്ദേഹം കേരളത്തിൻ്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. BR ഗവായിയുടെ അച്ഛനാണ് RS ഗവായി. RS ഗവായി കേരളത്തിൻ്റെ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കിട്ടിയോ? ഇത്രയും പോയിന്റ് ഓക്കെയാണ്. അടുത്ത പോയിന്റിലേക്ക് പോകാമല്ലോ. ഓക്കെ, അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെ എത്രാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ?
കേരളത്തിൻ്റെ എത്രാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ? ഓപ്ഷൻ എ 23, ഓപ്ഷൻ ബി 21, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 25. ഉത്തരമാണ് ഓപ്ഷൻ എ 23. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗോവ സംസ്ഥാനക്കാരനാണ്. ഇപ്പോൾ ചോദിക്കും, ഞാൻ ഇത് പറയാൻ കാരണമുണ്ട്. മുമ്പ് ഒരു എക്സാമിന് ചോദിച്ചിരുന്നു, നമ്മുടെ സ്ഥാനമൊഴിഞ്ഞ കേരള ഗവർണറായിരുന്നു, അന്ന് അദ്ദേഹം ഗവർണറായിരുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനക്കാരനാണ് ആയിരുന്നു? ഓക്കെ, മുമ്പ് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തിൽ നിന്നുള്ള വ്യക്തിയാണ്? ഉത്തരം ഉത്തർപ്രദേശ് എന്നായിരുന്നു. അതേ മാതൃകയിൽ ഇനി ഇതും ചോദിക്കാം. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഏത് സംസ്ഥാനത്തു നിന്നുമുള്ള വ്യക്തിയാണ്? ഉത്തരമാണ് ഗോവ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഗോവ സ്വദേശിയാണ്. ഇനി അദ്ദേഹം കേരളത്തിൽ ഗവർണർ ആകുന്നതിന് മുൻപ് ബീഹാറിൻ്റെ ഗവർണറായിരുന്നു. അദ്ദേഹം കേരളത്തിൽ ഗവർണർ ആകുന്നതിന് മുൻപ് ബീഹാറിൻ്റെ ഗവർണറായിരുന്നു. അതിനു മുമ്പ് ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായിരുന്നു. കിട്ടിയോ? ഇപ്പോൾ അദ്ദേഹം കേരള ഗവർണറാണ്. തൊട്ട് മുൻപ് ബീഹാറിൻ്റെ ഗവർണറായിരുന്നു. അതിനു മുമ്പ് ഹിമാചൽ പ്രദേശിൻ്റെ ഗവർണറായിരുന്നു. ഇനി സ്ഥാനമൊഴിഞ്ഞ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ഥാനമൊഴിഞ്ഞ കേരള ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാനെ ബീഹാറിൻ്റെ ഗവർണറായി നിയമിച്ചു. അതായത് ഒരു എക്സ്ചേഞ്ച്, ഒരു കൊടുക്കൽ വാങ്ങൽ. ബീഹാറിൻ്റെ ഗവർണറെ കേരളത്തിൽ നിയമിച്ചു, കേരളത്തിൻ്റെ ഗവർണറെ ബീഹാറിൽ നിയമിച്ചു. ഒരു കൊടുക്കൽ വാങ്ങൽ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച്. അപ്പോൾ ചോദിക്കും, കേരള ഗവർണറായി സ്ഥാനമൊഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ്? ബീഹാർ. ക്ലിയർ ആണല്ലോ. ഇനി ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇനി ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ്. ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് മുന്നിലാണ്. ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഗവർണറുടെ മാസശമ്പളമാണ് 3.5 ലക്ഷം രൂപ. ഓക്കെ, ഗവർണറുടെ മാസശമ്പളമാണ് 3.5 ലക്ഷം രൂപ. അതും ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ ജലമരം ലിക്വിഡ് ട്രീ എവിടെയാണ് സ്ഥാപിതമായത്? ഓക്കെ, ചോദ്യം ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ആദ്യ ജലമരം ലിക്വിഡ് ട്രീ എവിടെയാണ് സ്ഥാപിതമായത്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി ദില്ലി, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി മുംബൈ. ഉത്തരമാണ് ഓപ്ഷൻ എ കൊച്ചി. കുഫോസിലാണ് സ്ഥാപിതമായത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ജലമരം സ്ഥാപിതമായത് കുഫോസിലാണ്. ഫുൾ ഫോമാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ്. ഓക്കെ, ആസ്ഥാനം പനങ്ങാട് കൊച്ചി. എന്താണ് ഇനി ലിക്വിഡ് ട്രീ എന്ന് പറയുന്നത്? ഒരു മരത്തിൻ്റെ ധർമ്മം എന്താണ്? മരത്തിൻ്റെ ധർമ്മം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുക, ഓക്സിജനെ പുറത്തുവിടുക. അതാണ് ഒരു മരത്തിൻ്റെ ധർമ്മം. ഇപ്പോൾ നമ്മുടെ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് ഒരു നഗര സംസ്കാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നഗരങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കപ്പെടും. പക്ഷേ നമുക്കാണെങ്കിൽ നഗരങ്ങളിലൊക്കെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, കൂടുതൽ കെട്ടിടങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു സംവിധാനമാണ് ലിക്വിഡ് ട്രീ എന്ന് പറയുന്നത്. അതായത് ഒരു അക്വേറിയത്തിനകത്ത് ഈ പ്രത്യേകതരം ആൽഗകളെ വളർത്തും. ഈ ആൽഗകൾ ഒരു മരം ചെയ്യുന്ന ജോലി ഈ ആൽഗകൾ ചെയ്യും. അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്തിട്ട് ഓക്സിജനെ പുറത്തുവിടും. ഒരു മരം ചെയ്യുന്ന ജോലി നമുക്ക് ചെറിയൊരു സെറ്റപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു അക്വേറിയം വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അക്വേറിയത്തിനകത്ത് എന്ത് ചെയ്യുക? സ്പെഷ്യലായിട്ടുള്ള ആൽഗകളെ വളർത്തുക. ഈ ആൽഗകൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുത്ത് ഓക്സിജനെ പുറത്തുവിടും. അതായത് ഒരു മരം ചെയ്യുന്ന ജോലി. അതിനെ പറഞ്ഞ പേരാണ് ലിക്വിഡ് ട്രീ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യത്തെ ലിക്വിഡ് ട്രീ നിലവിൽ വന്നത് കുഫോസ്. ഫുൾ ഫോമാണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ്, ആസ്ഥാനം പനങ്ങാട് കൊച്ചി. ഓക്കെയാണ്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഏറ്റവും ആനുകാലിക പ്രസക്തമായ ക്വസ്റ്റ്യനാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിൻ്റെ പേരെന്ത്?
ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഓൺലൈൻ തട്ടിപ്പുകൾ, ഡിജിറ്റൽ തട്ടിപ്പുകൾ. ഓരോ ദിവസവും അത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് മുന്നോട്ട് എയുടെ സഹായത്തോടു കൂടി സംവിധാനം കൊണ്ടുവരികയാണ്. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ സൈബർ ഷീൽഡ് AI, ഓപ്ഷൻ ബി ഫ്രോഡ് ഡിറ്റക്ട് AI, ഓപ്ഷൻ സി മ്യൂൾ ഹണ്ടർ AI, ഓപ്ഷൻ ഡി സേഫ് ബാങ്ക് AI. ഉത്തരമാണ് ഓപ്ഷൻ സി മ്യൂൾ ഹണ്ടർ AI. ഉത്തരമാണ് ഓപ്ഷൻ സി മ്യൂൾ ഹണ്ടർ AI. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ സൈബർ തട്ടിപ്പുകളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനുമായി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിൻ്റെ പേരാണ് മ്യൂൾ ഹണ്ടർ AI. ഓക്കെ, അടുത്തതും റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇന്ത്യയുടെ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഓക്കെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര, ഓപ്ഷൻ ബി രഘുറാം രാജൻ, ഓപ്ഷൻ സി ഊർജിത് പട്ടേൽ, ഓപ്ഷൻ ഡി ശക്തികാന്ത് ദാസ്. ആരാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഉത്തരമാണ് ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. ഉത്തരമാണ് ഓപ്ഷൻ എ സഞ്ജയ് മൽഹോത്ര. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. കൂടുതൽ പോയിന്റുകളിലേക്ക് നോക്കാം. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അങ്ങനെയെങ്കിൽ സ്ഥാനം ഒഴിഞ്ഞ ആളുടെ പേരെന്ത്? ഉത്തരമാണ് ശക്തികാന്ത് ദാസ്. സ്ഥാനം ഒഴിഞ്ഞ ആളുടെ പേരാണ് ശക്തികാന്ത് ദാസ്. ഓക്കെ, അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭാംഗമായത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്ത് നിന്നുമാണ് രാജ്യസഭാംഗമായത്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി കേരളം. ഉത്തരമാണ് ഓപ്ഷൻ എ മധ്യപ്രദേശ്. ഉത്തരമാണ് ഓപ്ഷൻ എ മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിക്ക് കേന്ദ്രമന്ത്രി ആകണമെങ്കിൽ ഒന്നുകിൽ ലോക്സഭയിൽ അംഗമായിരിക്കണം, അല്ലെങ്കിൽ രാജ്യസഭയിൽ അംഗമായിരിക്കണം. ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കണം. അപ്പോൾ ജോർജ് കുര്യൻ രാജ്യസഭ വഴിയാണ് കേന്ദ്രമന്ത്രിയായത്. അദ്ദേഹം മധ്യപ്രദേശ് വഴിയാണ് കേന്ദ്രമന്ത്രിയായത്. മധ്യപ്രദേശിന് അനുവദിച്ചിരിക്കുന്ന രാജ്യസഭാ സീറ്റ് വഴിയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയായത്. ഇനി അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഇപ്പോൾ നമുക്കറിയാം. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിൽ 2 മലയാളികൾ അംഗങ്ങളാണ്. അപ്പോൾ അവരുടെ വകുപ്പുകളെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ജോർജ് കുര്യൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് ന്യൂനപക്ഷ കാര്യം, ഇംഗ്ലീഷാണ് മൈനോറിറ്റി അഫയേഴ്സ്, ഫിഷറീസ് മൃഗസംരക്ഷണം, അനിമൽ ഹസ്ബൻഡറി, ക്ഷീരവികസനം, ഡയറിയിങ്. സഹമന്ത്രിയാണ്. ഓക്കെ, സഹമന്ത്രി, അതായത് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ഓക്കെ, മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ്. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നതും കേന്ദ്രമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ്. നിങ്ങൾ അതിനനുസരിച്ച് ഉത്തരങ്ങൾ ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വായിക്കാം. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ പ്രസ്താവനയാണ് സുരേഷ് ഗോപി നിലവിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത അംഗമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാണ് സുരേഷ് ഗോപി. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സുരേഷ് ഗോപി നിലവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പാനലിൽ അംഗമായ മലയാളിയാണ്. 4 സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ തന്നിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻസ് കൂടി തരാം. ഓപ്ഷൻ എ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഓപ്ഷൻ ബി മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. ഓപ്ഷൻ സി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഇതിലേതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. നമുക്ക് ആ പ്രസ്താവനയൊക്കെ നോക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ട് നമുക്ക് നോക്കാം. ഓക്കെ, സുരേഷ് ഗോപി നിലവിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത അംഗമാണ്. തെറ്റാണ്. സുരേഷ് ഗോപി ഇപ്പോൾ ലോക്സഭാംഗമാണ്. സുരേഷ് ഗോപി ഇപ്പോൾ ലോക്സഭാംഗമാണ്. തൃശ്ശൂർ ലോക്സഭയിൽ നിന്നുമുള്ള മെമ്പറാണ്. ഓക്കെ, തൃശ്ശൂർ ലോക്സഭയിൽ നിന്നുള്ള മെമ്പറാണ്. ഇനി സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിയാണ്. തെറ്റാണ്. സുരേഷ് ഗോപി സഹമന്ത്രിയാണ്. സുരേഷ് ഗോപി സഹമന്ത്രിയാണ്. അടുത്ത ചോദ്യം, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനാണ് സുരേഷ് ഗോപി. തെറ്റാണ്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയുടെ പേര് ആർ മാധവൻ എന്നാണ്. ഓക്കെ, സിനിമാ നടൻ ആർ മാധവനാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവി.
സുരേഷ് ഗോപിയും ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയാണ്. അത് സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അത് കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി സുരേഷ് ഗോപി നിലവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പാനലിൽ അംഗമായ മലയാളിയാണ്. തെറ്റാണ്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു സുരേഷ് ഗോപി ലോക്സഭാ അംഗമാണെന്ന്. അപ്പോൾ രാജ്യസഭയുമായി അതിന് ബന്ധമില്ല. അപ്പോൾ സുരേഷ് ഗോപി നിലവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പാനലിൽ അംഗമായ മലയാളിയാണ്. തെറ്റാണ്. ഇതിന് ഉത്തരമാണ് PT ഉഷ. ഈ ചോദ്യത്തിന് ഉത്തരമാണ് PT ഉഷ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, നിലവിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ പാനലിൽ അംഗമായ മലയാളി ആര്? PT ഉഷ. അപ്പോൾ എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. ഈ രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മോഡൽ പറഞ്ഞത്. കിട്ടിയോ? ഓക്കെ, നമുക്ക് നോക്കാം. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാണ്. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം സഹമന്ത്രി. ഓക്കെ, അപ്പോൾ വകുപ്പുകളാണ് പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം സഹമന്ത്രിയാണ്. ഇനി സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നുമുള്ള ലോക്സഭാംഗമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, നമ്മുടെ കേന്ദ്ര സർക്കാർ സിനിമ പഠിക്കുന്നതിന് വേണ്ടി 2 സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഒന്ന് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അടുത്തത് സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൽ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയാണ് സുരേഷ് ഗോപി. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാണ്, സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാണ് സുരേഷ് ഗോപി. അത് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത, വെസ്റ്റ് ബംഗാൾ. കിട്ടിയേ? മറ്റേ പല ഓപ്ഷൻസും കാണുമ്പോൾ നിങ്ങൾക്ക് ശരിയാണെന്ന് പറഞ്ഞ് കറുപ്പിക്കാൻ തോന്നും. അങ്ങനെ അബദ്ധം കാണിക്കരുത്. ആ ഫാക്റ്റുകൾ നോക്കിയിട്ടേ കറുപ്പിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ പ്രസിഡൻ്റാണ് R മാധവൻ. സിനിമാ താരം R മാധവനാണ് നമ്മുടെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവി. പിന്നെ ഔദ്യോഗിക നാമമാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. അത് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലായതുകൊണ്ട് എല്ലാവരും അതിനെ എന്തെന്ന് വിളിക്കുന്നു? പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നു. അതിൻ്റെ മേധാവിയാണ് R മാധവൻ. ഓക്കെ, അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക. 2025 മാർച്ചിലെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പ് ഏത്? ഓപ്ഷൻ എ ChatGPT, ഓപ്ഷൻ ബി ഇൻസ്റ്റാഗ്രാം, ഓപ്ഷൻ സി ടിക്ടോക്ക്, ഓപ്ഷൻ ഡി ഡീപ്സീക്ക്. ഉത്തരമാണ് ഓപ്ഷൻ എ ChatGPT. ഓക്കെ, അടുത്തിടെ ഫോട്ടോ ChatGPT വെച്ചിട്ട് ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെയൊക്കെ സംവിധാനം കൊണ്ടുവന്നു. അങ്ങനെ ധാരാളം ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക ചെയ്തു. ഓക്കെ, അത് നമ്മുടെ ജിബിലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അതും ChatGPTയോട് കണക്ട് ചെയ്ത് ആണ് ഉപയോഗിച്ചത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ആൾക്കാർ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചു. അങ്ങനെ റെക്കോർഡ് ഡൗൺലോഡിംഗ് ആണ് നടന്നത്. 2025 മാർച്ചിലെ കണക്കനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പാണ് ChatGPT. ChatGPT ഫുൾ ഫോമാണ് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ChatGPT ഫുൾ ഫോമാണ് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. 2022 ChatGPT പുറത്തിറങ്ങുന്നത്. ഓക്കെ, ഇനി ഈ ChatGPT എന്ന് പറയുന്നത് ഏത് സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ്? എക്സാമിന് ചോദിക്കും. ഉത്തരമാണ് AI ചാറ്റ് ബോട്ട്. AI ചാറ്റ് ബോട്ട്. അപ്പോൾ ChatGPT എന്ന് പറയുന്നത് AI ചാറ്റ് ബോട്ടാണ്. അപ്പോൾ ഈ ChatGPT എന്ന് പറയുന്നത് AI ചാറ്റ് ബോട്ടാണ്. എന്താണ് AI ചാറ്റ് ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഉദാഹരണം പറയുന്നത്, നിങ്ങൾക്ക് മഹാത്മാഗാന്ധിയെ പറ്റി ഒരു അസൈൻമെൻറ്റ് തയ്യാറാക്കണം. നമ്മൾ എന്ത് ചെയ്യും? ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യും, വിക്കിപീഡിയക്കകത്ത് സെർച്ച് ചെയ്യും, കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യും. ഈ ChatGPTക്കകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വോയിസ് കമാൻഡോ ടൈപ്പ് കമാൻഡോ കൊടുത്തു കഴിഞ്ഞാൽ മതി. മേക്ക് എ സെമിനാർ ഓൺ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ മേക്ക് എ അസൈൻമെൻറ്റ് ഓൺ മഹാത്മാഗാന്ധി കൊടുത്തു കഴിഞ്ഞാൽ ആ ChatGPT നമുക്ക് അസൈൻമെൻറ്റ് തയ്യാറാക്കി തരും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് അത് റിസൾട്ട് തരും. അപ്പോൾ അതിനെ പറഞ്ഞ പേരാണ് AI ചാറ്റ് ബോട്ട്. അപ്പോൾ ഈ ChatGPT എന്ന് പറയുന്നത് AI ചാറ്റ് ബോട്ടിന് ഉദാഹരണമാണ്. ഓക്കെ ആണല്ലോ. അത് വികസിപ്പിച്ച കമ്പനിയാണ് OpenAI. ഇനി OpenAI എന്ന് പറയുന്ന കമ്പനി സ്ഥാപിച്ചത് 2015 ഡിസംബർ 11 ഓക്കെ, ഇനി ആസ്ഥാനം സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയ US. ഇനി നമ്മുടെ OpenAIയുടെ ചെയർമാൻ്റെ പേരാണ് ബ്രെറ്റ് ടൈലർ. ഇനി സിഇഒയുടെ പേരാണ് സാം ആൾട്ട്മാൻ. ഈ സാം ആൾട്ട്മാൻ്റെ കാര്യം അറിഞ്ഞിരിക്കണം. കാരണം അത് അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച OpenAIയുടെ
ഉന്നത ഉദ്യോഗസ്ഥനാണ് സാം ആൾട്ട്മാൻ, CEO ആണ്, അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഓപ്പൺ AI ചെയർമാൻ്റെ പേര് ബ്രെറ്റ് ടൈലർ, CEOയുടെ പേര് സാം ആൾട്ട്മാൻ ഇന്ത്യ സന്ദർശിച്ചു. ക്ലിയർ ആണല്ലോ. നിങ്ങളിതിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ഫുൾ ഫോമാണ്. ChatGPT ഫുൾ ഫോം ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഈ ChatGPT എന്ന് പറയുന്നത് AI ചാറ്റ് ബോട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ChatGPT അവതരിപ്പിക്കുകയും ചെയ്തു, വലിയ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ ഉണ്ടാവും, മറ്റ് കമ്പനികളും അത് പരീക്ഷിക്കും. അപ്പോൾ ChatGPTക്ക് ബദലായി മറ്റ് കമ്പനികളും അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ പ്രോഡക്റ്റ്സ് ഇറക്കി തുടങ്ങി. അത് എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് വച്ചിരിക്കുക, ChatGPTക്ക് ബദലായി മൈക്രോസോഫ്റ്റ് വികസിപ്പിച്ച സംവിധാനമാണ് Copilot. 2023 പുറത്തിറങ്ങി. ഈ ചോദ്യം വേറെ രീതി ചോദിക്കാം. മൈക്രോസോഫ്റ്റിൻ്റെ AI ചാറ്റ് ബോട്ട് ചെയ്ത് Copilot, രണ്ട് രീതി ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ChatGPTക്ക് ബദലായി മൈക്രോസോഫ്റ്റ് ആരംഭിച്ച സംവിധാനമാണ് Copilot. അടുത്തത് ChatGPTക്ക് ബദലായി ഗൂഗിൾ വികസിപ്പിച്ച സംവിധാനം ഏത്? ജെമിനി, 2023. ഇത് കഴിഞ്ഞ കോട്ടയിലേക്ക് ചോദിച്ചു. ChatGPTക്ക് ബദലായി ഗൂഗിൾ വികസിപ്പിച്ച സംവിധാനമാണ് ജെമിനി, 2023. ഓക്കെ, അടുത്തത് ChatGPTക്ക് ബദലായി മെറ്റ വികസിപ്പിച്ച സംവിധാനം ലാമ, 2023. അടുത്തത് ChatGPTക്ക് ബദലായി എലോൺ മസ്ക് വികസിപ്പിച്ച സംവിധാനം ഗ്രോക്ക്, 2023. ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ്. ChatGPTക്ക് ബദലായി എലോൺ മസ്ക് വികസിപ്പിച്ച സംവിധാനം ഏത്? ഗ്രോക്ക്. അല്ലെങ്കിൽ ചോദിക്കാം എലോൺ മസ്ക് വികസിപ്പിച്ച AI ചാറ്റ് ബോട്ട് ഏത്? ഗ്രോക്ക്. രണ്ട് രീതിയിൽ ചോദിക്കാം. ഇനി AI ഗവേഷണങ്ങൾക്ക് വേണ്ടി എലോൺ മസ്ക് ആരംഭിച്ച സ്ഥാപനമാണ് XAI. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചിരിക്കുക, AI ഗവേഷണങ്ങൾക്ക് വേണ്ടി എലോൺ മസ്ക് ആരംഭിച്ച സ്ഥാപനമാണ് XAI. ഓക്കെ, ഇനി ചോദിക്കാൻ ചാൻസുള്ള മറ്റൊരു ചോദ്യമാണ്, ChatGPTക്ക് ബദലായി ചൈന വികസിപ്പിച്ച സംവിധാനം ഏത്? ഡീപ്പ് സീക്ക്. നല്ല ചോദ്യമാണ്. കാരണം ഈ ChatGPTയുടെ പെയ്ഡ് വെർഷന് അത്യാവശ്യം നല്ല തുക ചിലവാകും. അതിനേക്കാൾ നാമമാത്രമായ തുകയ്ക്ക് അതിനോടൊപ്പം കിടപിടിക്കുന്ന രീതിയിൽ പ്രോഡക്റ്റ്സ് ഇറക്കിയ കമ്പനിയാണ് ഡീപ്പ് സീക്ക്. ചൈനയുടെ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വാർത്തകളിലൊക്കെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ChatGPTക്ക് ബദലായി ചൈന വികസിപ്പിച്ച സംവിധാനം ഏത്? ഡീപ്പ് സീക്ക്. ഓക്കെ, ഇനി അല്ലെങ്കിൽ ചോദിക്കാം, ചൈന വികസിപ്പിച്ച AI ചാറ്റ് ബോട്ട് ഏത്? ചൈന വികസിപ്പിച്ച AI ചാറ്റ് ബോട്ട് ഏത്? ഡീപ്പ് സീക്ക്. ഇനി ഡീപ്പ് സീക്ക് സ്ഥാപിതമായത് 2023. ഇനി ഫൗണ്ടർ ആൻഡ് CEO ലിയാങ് വെൻഫെങ്, ആസ്ഥാനം ഹാങ്ഷു, ചൈന. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട വ്യക്തി ആര്? ഓപ്ഷൻ എ മനോജ് ജോഷി, ഓപ്ഷൻ ബി ഡോക്ടർ വി വേണു, ഓപ്ഷൻ സി ഡോക്ടർ എ ജയതിലക്, ഓപ്ഷൻ ഡി ശാരദാ മുരളീധരൻ. ഉത്തരമാണ് ഓപ്ഷൻ സി ഡോക്ടർ എ ജയതിലക്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ജയതിലക്. ഓക്കെ, അങ്ങനെയെങ്കിൽ സ്ഥാനമൊഴിഞ്ഞ 49ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ശാരദാ മുരളീധരൻ. അപ്പോൾ ഇത്രയുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വരുന്ന പരീക്ഷകൾക്കെല്ലാം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.